ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഓട്സിൻ്റെ ഒരു സൂപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാൻ എടുത്തിരിക്കുന്നത് വോൾഗ്രെയിൻ ഓട്സാണ് എടുത്തിരിക്കുന്നത്. ഇത് ഓട്സ് സൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തിന് ഭയങ്കര നല്ല വെയിറ്റ് ലോസിനും ഷുഗർ കൺട്രോൾ ചെയ്യാനും ഡൈജഷനും ഒക്കെ ഭയങ്കര നല്ലൊരു ഫുഡാണ് കേട്ടോ. നമുക്ക് ആദ്യം ഈ ഓട്സ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നാണ്ട് 1 കപ്പ് ഓട്സാണ് ഞാൻ എടുത്തത്. അന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പാൻ ചൂടായിരിക്കുമായിരുന്നു. ആ പാനിലേക്കാണ് ഞാൻ ഇട്ടത്. ഫ്ലെയിം കുറച്ച് വെച്ചത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുള്ളൂ കേട്ടോ. ഫ്ലെയിം കൂട്ടരുത്, കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിയും. ഇതാണ്ട് ഒരു 2 മിനിറ്റ്സ് മതി. ഒരു 2 മിനിറ്റ്സ് കൊണ്ട് ഇതാണ്ട് അതൊരു സ്മെല്ലായി, നല്ലൊരു സ്മെല്ലായി. അതിൽ കൂടുതൽ വേണ്ട, അങ്ങ് റോസ്റ്റ് ചെയ്ത് ഒരുപാടങ്ങ് വറുത്തതും എടുക്കണ്ട. ജസ്റ്റ് ഇതാണ്ട് അത് റെഡിയായി. ഇനി നമുക്കിനി ഓട്സിൻ്റെ സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നല്ല പാൻ വെച്ച്, പാൻ ചൂടായി. അതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ. ഒന്നുകിൽ ഒലിവ് ഓയിൽ ഒഴിക്കണം, അല്ലെങ്കിൽ അൺസാൾട്ടഡ് ബട്ടർ ഉണ്ടല്ലോ, അതൊഴിക്കണം. അന്നേരം നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ വെയിറ്റ് ലോസ് ഒക്കെ ഉള്ളവർക്ക് വേണ്ടി യൂസ് ചെയ്യാനുള്ളതല്ലയോ, ആണെങ്കിൽ ഇതേപോലെ ഒലിവ് ഓയിൽ ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഒന്നും പ്രശ്നമില്ലാത്തവർക്ക് അൺസാൾട്ടഡ് ബട്ടർ യൂസ് ചെയ്യും. ഭയങ്കര നല്ല ടേസ്റ്റ് കിട്ടും. ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ചേർക്കുന്നത് 3 വെളുത്തുള്ളി, ചെറിയ 3 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് ഇടികല്ലിനകത്തിനൊന്ന് ഇടിച്ചെടുത്തത് കേട്ടോ. അത് നമുക്ക് ആദ്യം ഇതിലോട്ട് ചേർക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു 7-8 ചെറിയ ഉള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത്. ഒലിവ് ഓയിൽ ഞാൻ ചേർത്തിരിക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ചേർത്തത് കേട്ടോ. അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അര കപ്പ് ബീൻസ്, അര കപ്പ് ക്യാരറ്റ്. ഇതെല്ലാം ചെറുതായിട്ട് അരിയണം ഇതുപോലെ. ഫ്ലെയിം ഇച്ചിരി കൂട്ടി വെക്കണം കേട്ടോ ഇതൊക്കെ ഇടുമ്പോൾ, കാരണം ഇത് വേകാനുള്ളതാണ്. അതുകൊണ്ട് ഇത്രയും ക്യാപ്സിക്കം, മഞ്ഞ ക്യാപ്സിക്കം അര കപ്പ്, റെഡ് ക്യാപ്സിക്കം അര കപ്പ്. ഇതുപോലെ ക്യാപ്സിക്കം ഒക്കെ ഇടാം. ഗ്രീന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ടാൽ മതി. പിന്നെ അതേപോലെ തന്നെ കോളിഫ്ലവർ, മഷ്റൂം, ഇതൊക്കെ നിങ്ങൾക്ക് ചേർക്കാം ഇതിനകത്തിൽ. ഇപ്പം ഇനി ഇതിനകത്ത് ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പൂടെ ചേർത്ത് കുറച്ചൊന്ന് വേകണം, ഒന്ന് വഴണ്ട് വരണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി. ഞാൻ എടുത്തിരിക്കുന്നുണ്ട് ഇതേ സൈസ് ഓട്സാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, വോൾ ഗ്രെയിൻ. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഓട്സ് ഇടാൻ പോവുക. 1 കപ്പായിരുന്നല്ലോ ഞാൻ എടുത്ത് വെച്ചത്, അത് തന്നെ. ഇനി ഇതിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇത് വെജിറ്റബിൾ ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. ഇതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ചേർക്കണം. ഈ ഓട്സിന് കുറച്ച് വേഗമുള്ളതാണ്. ഇതിൻ്റെ ഇൻസ്റ്റൻറ്റ് ഓട്സിൻ്റെ കൂട്ടല്ല ഇതിന് കുറച്ച് വേഗമുണ്ട്. ഇത് തിളപ്പിച്ച വെള്ളം കേട്ടോ, ഇത് തിളപ്പിച്ച വെള്ളമാണ്. തിളപ്പിച്ച വെള്ളം ഒഴിക്കാവുള്ളൂ. ഇനി ഫ്ലെയിം ഇച്ചിരി കൂട്ടി വയ്ക്കണം. നമുക്കൊന്ന് ഇളക്കി ഇനി ഇതൊന്ന് വേകട്ടെ. വെജിറ്റബിൾ ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്താൽ മതിയായിരുന്നു കേട്ടോ. ഇനി ഇതിനകത്തിലും അതേപോലെ തന്നെ ഒരു 5 മിനിറ്റ് നേരം. ഇപ്പോൾ ഒരു 3 മിനിറ്റായി. ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 3 മിനിറ്റായി.
ഇത് ഈ വോൾ ഗ്രെയിൻ ഓട്സ് ആയതുകൊണ്ടേ പെട്ടെന്ന് അങ്ങ് വേഗത്തില്ല. വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുക. ഇപ്പം നമ്മുടെ ഒരു 7 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം ഇതിൽ വെള്ളം കുറവാണ്. ഇനി ഞാൻ 1 കപ്പ് വെള്ളം, 1 കപ്പ് തിളച്ച വെള്ളം കൂടെ ഒഴിക്കുക. അല്ലെങ്കിൽ ഇത് കുറേ കഴിയുമ്പോൾ തിക്കായി പോവും. ഇനി ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ചേർക്കാൻ പോകുന്ന മുരിങ്ങയിലയാണ്. ഒരു 1/2 കപ്പ് മുരിങ്ങയില ഞാൻ ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്ന ഒരു ഒറിഗാനോ ആണ്. ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ഒറിഗാനോ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒറിഗാനോ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ഇങ്ങനെ ഇതിലോട്ട് ഇടണം. ഒരു 1/4 ടീസ്പൂണേ ഇട്ടുള്ളൂ ഒറിഗാനോ കേട്ടോ. കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര വേറൊരു സ്മെല്ലാവും, ഒത്തിരി സ്മെല്ലാവും. ഈ ഒറിഗാനോ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് ഈ മുരിങ്ങയില ഇടുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മുരിങ്ങയില ഒന്ന് യൂസ് ചെയ്യണം. നമുക്ക് മല്ലിയിലയൊക്കെ ഇടാം, പക്ഷെ എന്നാലും മുരിങ്ങയില ഇട്ട് കഴിയുമ്പോൾ മുരിങ്ങയിലയ്ക്ക് ഒരുപാട് ഗുണമുണ്ട്. മുരിങ്ങയിലയ്ക്കാണെങ്കിൽ ഇത് ഭയങ്കര അയൺ റിച്ച് ലീഫാണ് മുരിങ്ങയില. കൂടാതെ അത് വീക്ക്നെസ്സിനൊക്കെ നല്ലതാണ്, ക്ഷീണമൊക്കെ മാറ്റാൻ നല്ലതാണ്. പിന്നെ അതിന് ഹൈ ഫൈബറാണ്. അതുകൊണ്ട് ഹൈ ഫൈബർ ഉള്ളതുകൊണ്ട് ഗുഡ് ഫോർ ഡൈജഷന് ഭയങ്കര നല്ലതാണ്. പിന്നെ ഹെൽപ്പ് ചെയ്യും, ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ പി സി ഒ ഡി കൺട്രോൾ ചെയ്യും. ഇതെല്ലാം നല്ല. പിന്നെ വൈറ്റമിൻ എയും സിയും ഒക്കെ ഇതിനകത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഭയങ്കര നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. സപ്പോർട്ട് ചെയ്യുന്നത് മെറ്റബോളിസത്തിന് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയെല്ലാം ഒത്തിരി ഗുണമുള്ളതാണ് മുരിങ്ങയില. അതുകൊണ്ട് നിങ്ങൾ ഇത് ഡെയിലി നിങ്ങളുടെ ഫുഡിലൊന്ന് ഒരു 5-6 ഇലയെങ്കിലും നിങ്ങളൊന്ന് കഴിച്ചു നോക്ക്. അതിൻ്റെ ഗുണം അറിയാം. കൂടുതൽ വേവിക്കരുത്. മുരിങ്ങയില ഇട്ടു. അതായത് 2 മിനിറ്റ്സ് ഓഫാക്കി. അടിപൊളി സൂപ്പർ ഓട്സ് സൂപ്പർ റെഡിയായി. ഇത് നിങ്ങൾ നൈറ്റ് ഡിന്നറായിട്ടൊന്ന് കഴിക്കണം കേട്ടോ. ഈ പ്രായമായവർക്കൊക്കെ ഓട്സ് കൊടുക്കത്തില്ലയോ, വെറുതെ പാലിനകത്തിലൊക്കെ കുറുക്കിയൊക്കെ കൊടുക്കത്തില്ലയോ, അങ്ങനെ കൊടുക്കരുത്. ഇതാണെങ്കിൽ ഇങ്ങനെ സൂപ്പ് ഉണ്ടാക്കി കൊടുക്കണേ. അപ്പോൾ അവർക്ക് വെജിറ്റബിളും കഴിക്കാം, എല്ലാം അവർക്ക് കിട്ടും. നല്ലൊരു കംപ്ലീറ്റ് ഫുഡായിരിക്കും. അങ്ങനെ ചെയ്യണം. ആഴ്ചയ്ക്ക് ഒരു 2-3 ടൈംസ് എങ്കിലും ഇങ്ങനത്തെ സൂപ്പൊക്കെ ഉണ്ടാക്കി, നല്ല ഹെൽത്തി സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കണം. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് മുട്ട വേണമെങ്കിൽ മുട്ടയും ചേർക്കാം കേട്ടോ. ഒരു മുട്ട ഇതും കൂടെ ഇതിനകത്ത് പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. ഇനി കുടിക്കാൻ സമയത്ത് നമ്മൾ ഇതുപോലൊരു കുറച്ച് നാരങ്ങയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിയണം. അന്നേരം നല്ല ടേസ്റ്റ്. നിങ്ങൾക്ക് നാരങ്ങ നിങ്ങളുടെ പുളി അനുസരിച്ച് ഒഴിച്ചാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്